ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും വിജയിച്ചിട്ട് മാത്രമുള്ള ആരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടു കാണാൻ വഴിയില്ല. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും. പക്ഷെ ജീവിതത്തിലെ പരാജയങ്ങൾ ജീവിതം പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യരെങ്കിലുമുണ്ട്, ചിന്തിച്ചു പോയവരുണ്ട്. കാരണം ജീവിതത്തിലെ പരാജയങ്ങൾ ജീവിതം പരാജയമാണ് എന്നതിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ എന്നതിന് പകരം അത് ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള ചവിട്ടുപടിയാണ് എന്നും, അങ്ങനെ ഞാൻ ഇനിയും ചവിട്ടി കയറേണ്ട പടികളുണ്ട് എന്ന് ഉള്ള ചിന്തയും മാത്രമേ ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിർത്തുള്ളൂ. നമ്മൾ ആശയെന്നോ പ്രതീക്ഷയെന്നോ പ്രത്യാശയെന്നോ എന്ത് പേര് കൊടുത്താലും തെറ്റില്ല. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഇനിയും നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് ദെയർ ആർ മോർ തിങ്സ് ഫോർ മീ ടു സീ. ഇനിയും പലതും ഞാൻ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം കാണാനിരിക്കുന്നവ കാണേണ്ടതും നല്ലത് കാണേണ്ടത് ഇനിയും നാളെയാണെന്നുള്ള പ്രതീക്ഷയും ജീവിതത്തിൽ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിടിച്ച് നിൽക്കുക എന്നതും കൈ വിടാതെ നോക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവണം. പിടിവിടാനായിട്ട് ഒരു കാരണം മതി. ആ പിടിവിടാനുള്ള ഒരു കാരണത്തെ പിടിച്ചു നിൽക്കാനുള്ള 99 കാരണത്തെക്കാളും വലുതായിട്ട് കാണുന്ന ചിലരെയും നമുക്കറിയാം. അവര് എൻ്റെ അഭിപ്രായത്തിൽ തോൽക്കാൻ പഠിക്കാത്തവരാണ്. ജീവിതത്തിൽ തോൽക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. തോൽവി ജീവിതത്തിന്റെ തോൽവിയല്ല എന്നും, തോൽവി ജീവിതത്തിന്റെ ഭാഗമാണെന്നും, ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ഡബിൾ സ്റ്റെപ്പാണ്, ഇരട്ട ചവിട്ടുപടിയാണ് എന്നുള്ള ആ ഒരു ഊർജം നമുക്ക് നമ്മോട് തന്നെ നൽകാനും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പിടിച്ചു നിൽക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് പിടിച്ചു നിർത്തുക എന്നുള്ളത്. ഈ പിടിച്ചു നിർത്തുന്നത് ഈ പ്രത്യാശയാണ്. പ്രത്യാശ എപ്പോഴും അവനവന് സ്വന്തമായി ലഭിക്കണമെന്നില്ല. ആ പ്രത്യാശ ലഭിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം അവർ പ്രത്യാശ നൽകും. കാരണം എൻ്റെ ജന്മം എൻ്റെ അവകാശമായിരുന്നില്ല, അത് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള അവകാശവും ജന്മം നൽകിയവൻ്റേതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ ദൈവത്തിലേക്ക് നോക്കി പ്രത്യാശയോടെ ജീവിക്കുക എന്നുള്ളത്. ദൈവം തിരിച്ചു വിളിക്കുന്നതുവരേക്കും അത് ഞാൻ തിരിച്ച് ഏൽപ്പിക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ ജീവിച്ച് പൂർത്തിയാക്കുമ്പോഴാണ് അതിൻ്റെ അന്ത്യം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ജീവിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തെയും ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. എന്തുമാവട്ടെ, എന്തു തന്നെയായാലും നമുക്ക് നമ്മുടെ കയ്യിൽ ടെർമിനേഷനുള്ള അവകാശമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവും നല്ലതാണ്. ഇപ്പോൾ സൂയിസൈഡ് ടൂറിസം എന്നുള്ള വാക്ക് വരെ വന്നു തുടങ്ങി. അത് അപകടകരമായൊരു സൂചനയാണ്. ചില രാജ്യങ്ങൾ യൂത്തനേഷ്യ അല്ലെങ്കിൽ റൈറ്റ് ടു ഡൈ അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടേക്ക് ടൂറിസ്റ്റായിട്ട് പോയി അവിടെ ചെന്ന് ജീവിതം അവസാനിപ്പിക്കും. ഒരു കാരണത്തിലേ ഉള്ളൂ, ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ. അതല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. നമ്മളാരും ജനിച്ചു വീണപ്പോൾ ഇത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നില്ല. പെർഫെക്ഷൻ നമുക്ക് ദൈവം തന്നതാണ്. ആ ദൈവം തന്ന പെർഫെക്ഷൻ്റെ ആ പെർഫെക്ഷന് ആയുസുള്ളൂ, പെർഫെക്ഷനിസ്റ്റിന് ആയുസില്ല. പെർഫെക്ഷനിസ്റ്റിന് തിരിച്ചു കൊടുക്കാവുന്ന, വിശ്രമിച്ച് തിരിഞ്ഞു നോക്കാവുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് തരുന്ന പെർഫെക്ഷൻ എന്നുള്ള തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ യെസ്, പിന്നീട് നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. ആ പെർഫെക്ഷനെ ഒരു ഗോപുരമായിട്ട്, ഒരു ലൈറ്റ് ഹൗസായിട്ട് മറ്റുള്ളവർക്ക് കാണാനും വായിക്കാനും സാധിക്കും. അങ്ങനെ കാണാനും വായിക്കാനും കഴിയുന്ന ഒരവസ്ഥ കൂടെ നാം സൃഷ്ടിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ നല്ല ഒരു മുന്നോട്ടുള്ള ഗതി എന്ന് പറയുന്നത്. അത് ഒരു വശമാണ്. രണ്ടാമത്തേതാണ് ഈ പിടിച്ചു നിർത്തുന്ന വശവും കൈ വിടാതെ നോക്കുന്ന വശവും. കൈ വിടാതെ കാത്തു സൂക്ഷിക്കാനും പിടിവിട്ടു പോകാതെ പിടിച്ചു നിർത്താനും കഴിയുന്ന ആ ദൈവിക ചിന്തയും അതുപോലെ ആത്മബലം കൊടുക്കാൻ കഴിയുന്ന കുടുംബ ചിന്തയും അതേപോലെ പിടിച്ചു നിർത്തുന്ന ബന്ധുബലമോ സുഹൃത്ത് ബലമോ ഒക്കെ നമുക്ക് ആവാൻ കഴിഞ്ഞാൽ ഒരാളും പിടിവിട്ടു പോവില്ല, കൈവിട്ടു പോവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അഫ്കോഴ്സ് ഇതിനെല്ലാം ഒരു എക്സെപ്ഷൻസ് വരുന്ന ചില രംഗങ്ങളുണ്ട്. പക്ഷെ തോൽക്കാനും നമ്മൾ പഠിക്കണം, തോൽക്കാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം.
തോൽവി ജീവിതത്തിന്റെ ഭാഗമാണെന്നും തോൽവി ജീവിതത്തെ പരാജയമാക്കി മാറ്റുന്നില്ല എന്നും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു.